എറണാകുളം കാലടി പ്ലാന്റേഷനിൽ കാട്ടാനയുടെ ആക്രമണം. പൂയംകുട്ടി സ്വദേശികളുടെ വാഹനത്തിന് നേർക്കാണ് ആക്രമണമുണ്ടായത്. കാറിന്റെ ബോണറ്റിൽ കയറി നിന്ന കാട്ടാന ഗ്ലാസ് തകർത്തു. പ്ലാന്റേഷനിൽ വാച്ചറോടൊപ്പം ആനയെ കാണാനെത്തിയപ്പോഴാണ് അപകടം. യാത്രക്കാരായ ജോയ്, ബേസിൽ ജോയ് എന്നിവർ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്കാണ്. ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. അലി അക്ബർ ഷാ വിവരങ്ങളുമായി. അലി, വാഹനം വാഹനം തകർത്തതിൻ്റെ ദൃശ്യങ്ങളാണ്, കാട്ടാന തകർത്തതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. വാഹനത്തിലുണ്ടായിരുന്നവർ ജീവനോടെ രക്ഷപ്പെടുകയായിരുന്നു. എപ്പോഴാണിത് സംഭവം? ഇന്നലെ രാത്രിയിലാണ് കാലടി പ്ലാന്റേഷനിലെ കല്ലാല എസ്റ്റേറ്റിൽ ഈ കാട്ടാനയുടെ ആക്രമണം ഉണ്ടാകുന്നത്. രാത്രി 10 മണിയോടുകൂടിയാണ് 3 പേരടങ്ങിയ ഒരു സംഘം കാറിൽ കാട്ടാനയെ കാണാൻ വേണ്ടി തന്നെ ഈ പ്രദേശത്തേക്ക് എത്തുന്നത്. ഈ എസ്റ്റേറ്റ് വാച്ചറുടെ ഒപ്പമായിരുന്നു ഇവർ ഈ കാട്ടാനയെ കാണാനായി ഈ പ്രദേശത്തേക്ക് എത്തിയത്. ഈ പ്രദേശത്ത് നിരന്തരം ഇത്തരത്തിൽ കാട്ടാനയുടെ ആക്രമണം ഉണ്ടാകുന്ന, അല്ലെങ്കിൽ കാട്ടാനയുടെ സമീപം ഉണ്ടാകുന്ന ഒരു സ്ഥലം കൂടിയാണ്. ഇവിടെ ഒരു വളവിൽ വെച്ച് പെട്ടെന്ന് കാട്ടാനയെ ഇവർ കാണുകയായിരുന്നു. വാഹനം അവിടെ നിർത്തിയപ്പോൾ കാട്ടാന പാഞ്ഞെത്തി ഈ കാറിന്റെ ബോണറ്റിൽ ചവിട്ടി നിന്ന് ഈ ഗ്ലാസുകൾ കുത്തിപ്പൊളിക്കുകയായിരുന്നു. 3 പേരായിരുന്നു വാഹനത്തിലുണ്ടായിരുന്നത്. ഇവർ പെട്ടെന്ന് മരണവെപ്രാളത്തിൽ ബഹളം വെച്ചപ്പോൾ കാട്ടാന അല്പം മാറി നിൽക്കുകയായിരുന്നു. പിന്നീട് ഉടൻ തന്നെ ഇവർ RRT സംഘത്തെ വിവരമറിയിക്കുന്നു. പെട്ടെന്ന് തന്നെ RRT സംഘം സ്ഥലത്തെത്തിയാണ് ഈ കാട്ടാനയെ തുരത്തുന്ന സാഹചര്യം ഉണ്ടായത്. തലനാരിഴയ്ക്കാണ് ഈ 3 പേർ രക്ഷപ്പെട്ടത്. വാഹനം ദൃശ്യങ്ങളിൽ കാണാം, അതിന്റെ മുൻഭാഗം പൂർണ്ണമായും തകർന്നിട്ടുണ്ട്. ഇന്നോവ കാറിന്റെ ബോണറ്റിൽ കയറി നിന്ന് ഈ ചില്ല് ഇടിച്ച് തകർത്ത് ആളുകളെ ആക്രമിക്കാനുള്ള ശ്രമമായിരുന്നു കാട്ടാന നടത്തിയത്. ഈ പ്രദേശത്ത് ഇത്തരത്തിൽ ആളുകൾ രാത്രികാലങ്ങളിൽ ഈ വനം വകുപ്പിന്റെ നിർദ്ദേശം മറികടന്നുകൊണ്ട് ഇത്തരത്തിൽ കാട്ടാനകളെ കാണാൻ എത്തുന്നത് വനം വകുപ്പ് കർശനമായി നിരോധിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ നിരോധനമൊക്കെ മറികടന്നുകൊണ്ടാണ് രാത്രികാലങ്ങളിൽ ഇത്തരത്തിൽ ആളുകൾ ഈ പ്രദേശത്തേക്ക് എത്തുന്നത്. എന്തായാലും ഇന്നലെ ഉണ്ടായ സംഭവത്തിൽ തലനാരിഴയ്ക്കാണ് 3 പേരുടെ ജീവൻ രക്ഷപ്പെട്ടതെന്ന് തന്നെ പറയേണ്ടി വരും. ആ വാഹനത്തിന്റെ ദൃശ്യം കണ്ടാലും വ്യക്തമാണ്. സ്വാഭാവികമായും ഇതിലൊരു നടപടി ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് പോകുമെന്നാണ് ഇപ്പോൾ നിലവിൽ അറിയാൻ സാധിച്ചിട്ടുള്ളത്. സ്മൃതി. ശരി, അലി അക്ബർ ഷായാണ് വിവരങ്ങൾ നൽകിയത്. കാട്ടാനയുടെ ആക്രമണത്തിൽ ആ കാർ പൂർണ്ണമായും തന്നെ തകർന്നിരിക്കുന്നു.